എല്ലാവർക്കും നല്ല നമസ്കാരം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാൻ ഇന്ന് ലോക തൊഴിലാളി ദിനം മെയ് 1-ാം തീയതി. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ആളൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇതാൻ്റെ പിറകിൽ കണ്ട കുറേ കസവ് ഷോളിട്ട് കുറേ ചേട്ടന്മാർ നിൽക്കണണ്ട. നിങ്ങൾ വിചാരിക്കും ഇത് വല്ല ചണ്ട കൊട്ടാൻ വേണ്ടി പോകണമെന്ന്. അല്ല, ഇതെന്താ സംഭവം എന്നറിയോ? ഏപ്രിൽ 22 എന്ന് പറയുന്ന ദിനം കല്ലേറ്റിങ്ങരയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായിട്ടുള്ള ദിനമായിരുന്നു. സൂക്ഷിച്ചും കണ്ടും ഇവരിടപെട്ടില്ലായിരുന്നുവെങ്കിൽ അഗ്നിനാളങ്ങൾ വിഴുങ്ങിയാനെ കല്ലേറ്റിങ്ങരേനെ. ഈ പിറകിലിരിക്കുന്ന ഓട്ടോ ചേട്ടന്മാർ കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷന് സമീപം 100ഓളം വരുന്ന ബൈക്കുകൾക്ക് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ 10-13ഓളം ബൈക്കുകൾ കത്തിപ്പോയി. ബാക്കിയുള്ള ബൈക്കുകൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ, ഈ പെട്രോൾ ടാങ്കിലൊക്കെ കുറച്ച് പെട്രോളാണ് ഉണ്ടായത് ഭാഗ്യം, ഈ വണ്ടികൾ മുഴുവൻ ഹാൻഡ് ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഈ ബൈക്കുകളെല്ലാം തന്നെ ഈ പിറകിലിരിക്കുന്ന ചേട്ടന്മാർ ഒരു 10-25ഓളം ബൈക്കുകൾ വലിച്ചെടുത്ത് അവർ ആ ബൈക്കുകളെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിന് ജനമൈത്രി പോലീസിൻ്റെ ആദരവ്, JCI ഇരിഞ്ഞാലക്കുടയും ജനമൈത്രി പോലീസും ചേർന്നുള്ള ആദരവാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ജനമൈത്രി പോലീസിന് വലിയ അഭിനന്ദനങ്ങളും JCIക്ക് നേരുകയാണ്. കാരണം ജനമൈത്രി പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ വളരെ വലിയതാണ്. ഈ നന്മയ്ക്ക് അഭിനന്ദനങ്ങൾ. ഈ തൊഴിലാളി ദിനത്തിൽ പോലീസും JCIയും ഈ പറയുന്ന ഓട്ടോ ചേട്ടന്മാരെ ഓർത്ത് അവർക്ക് ഈ ആദരവ് നൽകിയതിൽ നന്ദി ഓർക്കാതെയല്ല, നന്ദിയും പരിഭവങ്ങളും പരാതികളും ഒന്നുമില്ലാതെ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ പാവപ്പെട്ട നല്ലവരായ സാധാരണക്കാരായ ഈ ഓട്ടോ ചേട്ടന്മാരെ ഓർത്തതിന് ജനമൈത്രി പോലീസിനും JCIക്കും 1000 നന്ദി. നമസ്കാരം. സനൂപ് ബാബു മാനാട്ട് വന്നു, റിയാസ് മാനാട്ട് വന്നു. ഞങ്ങളുടെ റെയിൽവേയിൽ പോർട്ടറും കൂടിയാണ്. ഷിയാസ് വീട് കല്ലറ്റിങ്ങര, അനിൽ വീട് കല്ലറ്റിങ്ങര, ഷാജു മാനാട്ട് വന്നു, ഷിക്സൻ കല്ലറ്റിങ്ങര. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവനെപ്പറ്റി ഭയങ്കരമായിട്ട് ആകുലപ്പെടുന്ന ആളുകളാണ്. ഞാനായിരുന്നാലും അങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചില ദുരിതത്തിലേക്ക് എടുത്തു ചാടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദുരിതത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ സാധന സാമഗ്രികൾ രക്ഷപ്പെടുത്താൻ. അങ്ങനെ ഒരു ഇടപെടലായിരുന്നു ഈ കല്ലറ്റിങ്ങരയിലെ ഓട്ടോ ചേട്ടന്മാരും നാട്ടുകാരും വ്യാപാരി സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഏപ്രിൽ 22-ാം തീയതി ആകെ ടോട്ടൽ മൊത്തത്തിലൊരു പ്രയത്നം നടത്തിയത്. നല്ലൊരു പ്രയത്നമായിരുന്നു. വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് ജോലിക്കാ പോയിട്ട് തിരിച്ചാ വരുന്ന സമയത്ത് കത്തിക്കരിഞ്ഞ കോലാണ് ഈ ബൈക്കുകളുടെ കാണണമെങ്കിൽ എന്തായിരിക്കും സംഭവം? കുറേ ബൈക്കുകൾ അങ്ങനെ കരിഞ്ഞു പോയി. ബാക്കി എല്ലാ ബൈക്കുകളും പോകരുതെന്ന് ഈ ചേട്ടന്മാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരവരുടെ ജീവനൊന്നും നോക്കിയില്ല, നേരെ പോയി സാധനങ്ങൾ എടുത്തു വെച്ചു. ഹാൻഡ് ലോക്ക് ആക്കരുത് മക്കളെ, ഹാൻഡ് ലോക്ക് ആക്കി വെക്കരുതെന്ന് പറഞ്ഞാലും ഹാൻഡ് ലോക്ക് ആക്കി വെച്ചുകൊണ്ട് പോകും. പറഞ്ഞിട്ട് കാര്യമില്ല, പലതരത്തിലുള്ള കള്ളന്മാരുള്ള കാലഘട്ടത്തിൽ ഹാൻഡ് ലോക്ക് ആക്കി വെച്ച് പോകാനായിട്ട് തോന്നും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചേട്ടന്മാർ വന്ന് അതെല്ലായിടത്തും മാറ്റിയത്. സംഭവം അതിനൊരു കയ്യടി കൊടുക്കേണ്ടതല്ലേ? അതിനൊരു കയ്യടി കൊടുക്കണം. ഇതൊരു മാതൃകയാണ്. ഇനി ഈ കയ്യടി കൊടുക്കുന്ന ഇടപെടൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഇതുപോലുള്ള നന്മകൾ ചെയ്യാൻ തോന്നിയാലോ? അപ്പോൾ JCI ഇരിഞ്ഞാലക്കുടയ്ക്കും ജനമൈത്രി പോലീസിനും ആകെ ടോട്ടൽ മൊത്തത്തിലൊരു കയ്യടി കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചൊരു നന്മ മരണ്ട്. സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്ന് പറയുന്ന നോഡൽ ഓഫീസർ ജനമൈത്രി പോലീസിലെ ആകെ ടോട്ടൽ മൊത്തം നന്മകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഒരു ചെറിയ കയ്യടി കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ ഈ മെയ് ദിനത്തിൽ കണ്ട ഏറ്റവും വലിയ നന്മയാണ് നിങ്ങളും ഈ കാണുന്നത്. നമുക്കറിയാം, ഇന്ന് സർവ്വദേശീയ തൊഴിലാളി ദിനമാണ് മെയ് 1. ഈ മെയ് 1-ന് ഇവിടെ അത്യപൂർവമായിട്ടുള്ള ഒരു ആദരണ സമ്മേളനത്തിനാണ് ഇന്ന് ജനമൈത്രി പോലീസും JCI ഇരിഞ്ഞാലക്കുടയും കൂടി നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 22-ാം തീയതിയാണ് നമ്മുടെ കല്ലറ്റിങ്ങര റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് കുറേയേറെ ബൈക്കുകൾക്ക് അവിചാരിതമായ തീ പിടിച്ചത്. നമുക്കറിയാം, ഇവിടെ ബൈക്ക് വെച്ച് ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവർ തിരിച്ചു വരുമ്പോൾ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ആഗ്രഹമായിട്ട് വരുന്നവരാണ്. അവർ വരുമ്പോൾ അവരുടെ ബൈക്കുകൾ കത്തി നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആ ബൈക്കുകൾ ഏകദേശം 25ഓളം ബൈക്കുകൾ അന്ന് കുറേയേറെ പേർ ജനങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സ്വന്തം ജീവൻ വരെ തൃണവൽഗണിച്ചുകൊണ്ട് ആ ബൈക്കുകളുടെ ആഘാതം, കുറേയേറെ ബൈക്കുകൾ, 25ഓളം ബൈക്കുകൾ അതിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുപോയ 12 പേരാണ് ഇന്നിവിടെ നമ്മൾ ആദരിക്കാൻ പോകുന്നത്. 25ഓളം ബൈക്കുകളെ മാറ്റി നിർത്തി വലിയൊരു സേവനമാണ് ഇവർ ചെയ്തത്. വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഈ നാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. JCI പ്രസ്ഥാനം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു.
നിങ്ങൾക്ക് ആദ്യമായി തന്നെ ജയശ്രീ ഇരിഞ്ഞാലയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു. കുറച്ച് നല്ല കാര്യങ്ങളാണ് ഈ അന്നത്തെ ദിവസം ഇവിടെ നടന്നത്. അത് ആരും ഒരു ഇനീഷ്യേഷൻ കാര്യമായിട്ട് എടുക്കാറില്ല. ഇവരതെടുത്ത് ചെയ്തു. എന്നിട്ട് നമുക്ക് അന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 25 ബൈക്കോളം അവരത് പ്രൊട്ടക്ട് ചെയ്ത് മാറ്റിവെച്ചു. റെയിൽവേ സ്റ്റേഷനിലെ അധികാരികളും ആൾക്കാരെ കൂടെ നോക്കി നിൽക്കെ അത് അവർ ചെയ്തു, മാറ്റിവെച്ചു. 19 ബൈക്ക് കത്തിപ്പോയി. ഈ 25 ബൈക്കുകളോളം മാറ്റിവെച്ചിട്ട് ഈ 25 വ്യക്തികൾ അന്ന് തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അതിൽ നമുക്ക് സങ്കടമായിട്ട് തോന്നിയ കാര്യം, ഈ 25 ബൈക്കുകൾ സേവ് ചെയ്ത ആ ബൈക്കിന്റെ ഉടമസ്ഥരില് ഒരു 3-4 പേര് മാത്രമാണ് ഇവരോട് നന്ദി പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തില് ഈ ലാഭേച്ഛ ഇല്ലാണ്ട് പ്രവർത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. അതിനാണ് നമ്മൾ ഇനീഷ്യേഷൻ കൊടുക്കണേ, അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കണേ, അതിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഈ സംഭവം പെട്ടെന്ന് ഏകദേശം ഈ സമയം ഒരു 11 മണിയോടുകൂടി പെട്ടെന്ന് പോകാൻ വരുന്ന അന്തരീക്ഷത്തിൽ അങ്ങനെ ചെന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇന്ന് ഈ പറഞ്ഞ അവിടെ കലൈറ്റിങ്ങരയിൽ കൂടി നിന്ന ഓട്ടോ തൊഴിലാളികൾ മറ്റുള്ളവരും കൂടി പെട്ടെന്ന് ഇത് കുറേ ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് അവർ പെട്ടെന്ന് പ്രവർത്തിച്ചു. അപ്പോൾ കൂടുതൽ തീ സ്പ്രെഡ് ചെയ്യാതെ മറ്റു വാഹനങ്ങൾ കത്തിക്കാതെ ഏകദേശം നമുക്ക് 13ഓളം വാഹനങ്ങളാണ് ഇതിൽ കത്തിപ്പോയത്. മറ്റുള്ളവർക്കൊക്കെ തീ വിടരാതെ ഇവർ പെട്ടെന്ന് വെച്ചാൽ ഇവരുടെ ജീവന് അതൊരു ഒന്നും നോക്കാതെയാണ് എന്ന് വെച്ചാൽ വളരെ എക്സ്പ്ലോഷൻ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ തീ സ്പ്രെഡ് ചെയ്യാതെ അതൊന്നും നോക്കിയില്ല. അങ്ങനെ അവർ പെട്ടെന്ന് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഫയർഫോഴ്സ് വന്ന് പ്രവർത്തിക്കുക ചെയ്തത്. അപ്പോൾ അതൊരു നല്ലൊരു മാതൃകയാണ്. ഈ മാസം 22-ന് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന ഞാൻ ഈ സംഭവം കാണുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഈ പ്രദേശത്ത് അഫ്സല് ഷഫാസ് എന്താണ് പേര് ഏറ്റവും ആദ്യം കണ്ടു. അപ്പം ഞാൻ അവരോട് ഇപ്പം ചോദിച്ചാൽ ഈ വാഹനങ്ങൾ 10-25 പേരെ വാഹനങ്ങൾ സംരക്ഷിച്ചത് ഈ തീപിടുത്തം ആരംഭിച്ച് അവരൊക്കെ എന്നെ കാണിച്ചു തന്നു. അന്ന് എൻ്റെ ഒരു മനസ്സിൽ ഒരു ഐഡിയ തോന്നിയിരുന്നു. ഞാൻ ഉടനടി സുഹൃത്ത് ടെൽസൺ പറഞ്ഞ JCയുടെ പ്രസിഡൻ്റൊക്കെ വിളിച്ചു. നമുക്ക് മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. ഇത്തരം ഒരു കാര്യം ഇതിന് പോലീസിന് വലിയൊരു സപ്പോർട്ടാണ് ഉണ്ടായത്. അവിടെ 1-2 പേര് മറ്റു എന്തിനും മരണപ്പെട്ട് ഇങ്ങനെ സംഭവിച്ച് ഇതല്ല ലിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്തരം ഘട്ടത്തിൽ അവരോടൊപ്പം നിന്ന് വലിയൊരു ദുരന്തങ്ങൾ അല്ലെങ്കിൽ വലിയൊരു സമൂഹമായിട്ട് ബന്ധപ്പെട്ട് മാതൃകപരമായ പ്രവർത്തനം കാഴ്ച വെച്ചവരാണ് ഈ പറയുന്ന 12 പേരും. അത് ഞാനും ഷിയാസാറിനും കൂടി അവിടെ സർവത്ത് പിടിച്ച് നിൽക്കായിരുന്നു. നമ്മൾ പെട്ടെന്ന് പുക കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കാം. ഒരാൾ പറഞ്ഞു ട്രാൻസ്ഫോമർ കത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കത്തിയാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ പോയ സമയത്ത് ട്രാൻസ്ഫോമർ അല്ല വണ്ടികൾ ഇങ്ങനെ തീ പിടിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു ചെന്നപ്പോൾ തന്നെ ചേട്ടന്മാർ പറഞ്ഞു അവിടെ 1-2 വണ്ടികൾ ജസ്റ്റ് ഒന്ന് പൊട്ടി അതാണ് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾ പറഞ്ഞു വേറെ ചെന്നോടിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 കൂടിയിട്ട് ജസ്റ്റ് ആദ്യം അപ്പുറത്തേക്ക് കടന്നപ്പോൾ വന്നിട്ടില്ല. ആ പുള്ളിക്കാരൻ വന്നിട്ടില്ല. ആൾ പേര് പ്രകാശനാണ്. പുള്ളിക്കാരൻ ഞങ്ങളെല്ലാം കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങളെടുത്ത് വണ്ടി ഹാൻഡ് ലോക്കായിരുന്നു. നമ്മൾ പിന്നെ അത് എടുക്കണ്ടെന്നുള്ള രീതിക്ക് നിന്നറിഞ്ഞത്. പിന്നെ നോക്കി വിളിച്ച് വേണ്ട നമുക്ക് വലിച്ച് നീക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർ വണ്ടി നീക്കി. അപ്പോൾ പിന്നെ ഞങ്ങളൊരു സൈഡിൽ നിന്ന് നീക്കി. അപ്പോൾ ബാക്കി ചേട്ടന്മാരുണ്ടായിരുന്ന അപ്പുറം സൈഡിൽ നിന്ന് നീക്കി. അതായത് ഞങ്ങൾ ലാസ്റ്റ് ഒരു വണ്ടി ലാസ്റ്റ് എടുത്തു. ആ വണ്ടി ഇട്ട് നീക്കി നമ്മൾ അവിടെ നിന്ന് ഒരു 2-3 മീറ്റർ നീക്കി വെച്ചപ്പോഴേക്കും അതിൻ്റെ ചൂട് കൊണ്ട് ഈ വണ്ടി വരെ തീ പിടിച്ചു. അത് ഞങ്ങൾ എന്നിട്ട് മാറ്റി ചെയ്യണുണ്ടായത്. അത് തീപിടുത്തം ഭയങ്കരമായിട്ട് ആളി കത്തിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പേടിച്ചു. ഈ വണ്ടി വലിച്ചൊക്കെ നീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ഹാൻഡിൽ ലോക്ക് ആയിരുന്നു. പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ മാറിപ്പോയത്. പിന്നെ ഗ്യാപ്പുകൾ ഓരോന്നോരോന്നിങ്ങനെ തെറിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയൊരു ഇത് നമ്മൾ പെട്രോളും കുറവായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പരമാവധി നമ്മുടെ ചെയ്യാൻ നോക്കിയില്ല. നമ്മൾ എങ്ങനെയും ഓരോ വണ്ടി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലും വെച്ച് എല്ലാണ്ട് നമ്മളെ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് വണ്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. ബാക്കി മറ്റു വണ്ടികൾ കത്തിയണ പോലെ അല്ല ഇലക്ട്രിക് വണ്ടി കത്തി. ഇലക്ട്രിക് വണ്ടി കത്തി കഴിഞ്ഞാൽ പൊട്ടിയതൊരു എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ആദ്യം ഞാനും ആ ചേട്ടനും കൂടി ഇലക്ട്രിക് വണ്ടിയാണ് ആദ്യം നീക്കിയത്. പിന്നെ അതിനുശേഷമാണ് ബാക്കി ഓരോ വണ്ടികൾ നീക്കിയത്. അവനെ ലാസ്റ്റത്തെ വണ്ടി കിട്ടിയാൽ ഞങ്ങൾക്ക് 65 വണ്ടികളോളം ഞങ്ങളത് നീക്കിയായിരുന്നുണ്ടെങ്കിൽ മറ്റേ ഭായി പറഞ്ഞ മാതിരി തന്നെ ട്രാൻസ്ഫോമർ കത്തി പോയാണ്. അല്ല ട്രാൻസ്ഫോമറിന്റെ അടി വരെ
റെയിൽവേയുടെ പാർക്കിങ്ങിൽ ഉണ്ടാകുന്ന കാറുകളുണ്ടായിരുന്നു. ഇതിന് ഓപ്പോസിറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പെട്രോള് ഫുൾ ടാങ്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ. പിന്നെ സ്കൂട്ടറുകളായതിൻ്റെ പേരിൽ നമുക്കധികം റിസ്ക് ഉണ്ടായിരുന്നില്ല. സ്കൂട്ടറുകൾ പെട്ടെന്ന് തീ പിടിച്ചത്, ബൈക്ക് പെട്ടെന്ന് തീ പിടിക്കണില്ല. ബാക്കി ഒക്കെ ഫൈബർ ബോഡി കാരണം വണ്ടികളുടെ വരെ ഈ ചൂടുകൊണ്ട് സീറ്റുകളൊക്കെ ഉരുക. അപ്പൊ ഞങ്ങളുടെ ഈ മാറ്റുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ അത്രയും ഇതാണ് ഞങ്ങൾ അവിടെ. ഫയർഫോഴ്സുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മാറ്റി വെച്ച വണ്ടികളിൽ നിന്ന് വെള്ളം അടിച്ചിട്ടൊന്നും ഉണ്ട്. അവർ പറഞ്ഞിങ്ങനെ മൊത്തം ചൂടായിട്ടിരിക്കണ എല്ലാം ഉരുക്കി ഒരു സൈഡിൽ കത്തിയ പോലെ ഇരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ മാറ്റിയ വണ്ടിയുടെ ഫ്രണ്ട് ഹെഡ്ലൈറ്റും സീറ്റും കത്തിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാറ്റി.